ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണേ. അപ്പോൾ അയർലൻഡിൻ്റെ ഓരോ മുക്കും മൂലയും കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. ഞങ്ങളുടെ ഏഞ്ചൽ കുട്ടിയുടെ ടീച്ചർ, ജിയോഗ്രഫി പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞു, അയർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൗണ്ടി മയോ കൗണ്ടിയാണ്. ആ കൗണ്ടി എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ലേ? നമ്മുടെ നാട്ടിലെ ഓരോ ഡിസ്ട്രിക്റ്റുകൾ, ഓരോ ജില്ലകൾ പറയുന്ന പോലെ ഇവിടെ പറയുന്നത് കൗണ്ടി എന്നാണ്. അപ്പോൾ ജിയോഗ്രഫി ടീച്ചർ പറഞ്ഞങ്ങോട്ട് സ്ഥാപിച്ചു കഴിഞ്ഞു, മയോ കൗണ്ടിയാണ് അയർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന്. അപ്പോൾ പിന്നെ അത് കാണാതിരിക്കുന്ന മോശമല്ലേ? അപ്പോൾ മയോ കൗണ്ടിയിലെ ഡൂലോ വാലി എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന് നോക്കിക്കേ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഉണ്ടാവുന്നത്. ഇത് കാണാൻ ആ പോകുന്ന വഴി ഫുള്ള് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണെന്നുള്ളതാണ്. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, സൂര്യനെ കൊണ്ട് പറ്റുന്നത് സൂര്യനും ചെയ്യുന്നു. മലയുടെ മേലെ മാത്രം സൂര്യൻ്റെ പ്രകാശം, താഴോട്ട് കണ്ടോ ഷെയ്ഡ് അടിച്ച് കിടക്കുന്നത്. അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണേ. ഇപ്പം ഞങ്ങൾ പോകുന്ന റോഡിൻ്റെ ഒരു സൈഡ് മേലോട്ട് ഫുള്ള് വലിയ മലനിരകളും അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഫുള്ള് ലേക്കുമാണ്. ഏത് സൈഡിലോട്ടാണ് ക്യാമറ തിരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെമ്മരിയാടുകളും ഉണ്ട് സൈഡിൽ കൂടെ. പിന്നെ ആകാശമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ കാണുന്ന കുഴി കണ്ടോ, കുഴികൾ പോലെ, അത് വെള്ളം ഒഴുകി രൂപപ്പെട്ട സ്ഥലങ്ങളാണ്. മഴയൊക്കെ ഉള്ളൊരു സമയത്താണെങ്കിലും അതിലേക്ക് കണ്ടിന്യൂസ് വെള്ളം ഒഴുകുന്ന കാണാനും നല്ല രസം. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴുകുന്നേ ഉള്ളൂ. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മലയെക്കൂടെയൊക്കെ വെളുത്ത് വെളുത്ത് ഡോട്ട്സ് കാണുന്നില്ലേ? അതെന്താ സംഭവം എന്നറിയാമോ? ആട് പുല്ല് തിന്നുന്നതാണ്. ഫുള്ള് ഇവിടുത്തെ മെയിനായിട്ടുള്ള കർഷകരുടെ മെയിൻ ഒരു ഇൻകം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചെമ്മരിയാടുകളെ വളർത്തിയിട്ടാണ്. അപ്പം ഏത് ഇതിൽ നോക്കിയാലും, ഏത് പറമ്പിലോട്ട് നോക്കിയാലും അവിടെ ചെമ്മരിയാടുണ്ടാവും. ഇതൊരു ബ്യൂട്ടിഫുൾ വഴി, ഒരു വീട്ടിലേക്കുള്ള വഴിയായി കാണുന്നത്. അവിടെ ഒരു വീട് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരുപക്ഷെ അവരുടെ തന്നെ പറമ്പായിരിക്കും അതിൻ്റെ അപ്പുറത്ത് കണ്ടത്. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴി വീണ്ടും രണ്ട് സൈഡിലും മലനിരകളാണ്, നടുക്കൂടെ ഒരു റോഡ്. അങ്ങനെ ഒരു വഴി കൂടെയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്ലേസസൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ മൊബൈലും പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി സീനറി ആയിരിക്കും കേട്ടോ. അടിപൊളി വീഡിയോ കിട്ടും. പക്ഷേ എന്തൊക്കെയോ ഫോർമാലിറ്റീസ് ഉണ്ട്. നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യണമെങ്കിൽ എന്തോ ലൈസൻസ് എടുക്കണം, പിന്നെ എന്തോ എക്സാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് അറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഈ സ്ഥലമൊക്കെ. നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇരുന്നേനെ. അതിൻ്റെ ഇടയിൽ കൂടെ ചെമ്മരിയാടുകൾ സൈഡിൽ ഫുഡല്ലല്ലോ, പുല്ല് തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയില്ലല്ലോ എന്നോർത്ത് ബോറടിച്ചിരിക്കേണ്ട, അല്ലേ എപ്പോൾ എത്തും എന്നും പറഞ്ഞ് ബോറടിച്ചിരിക്കേണ്ട ഒരവസ്ഥയില്ല നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചാൽ. ഇപ്പം മെല്ലെ മെല്ലെ വഴിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മലനിരകളും മറ്റേ സൈഡിൽ ലേക്കും ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞങ്ങൾ എത്താനായിട്ടുണ്ട്. കാരണം ഡൂലോ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ്. ഇപ്പോൾ വാലി എന്ന് പറയുമ്പോൾ എന്തായാലും അറിയാലോ, താഴ്വാരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നറിയാം. അതായത് രണ്ട് സൈഡും ഇപ്പം മലയുണ്ട്, അതിൻ്റെ നടുക്കൂടെ ഒരു ലേക്കും ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് എത്താനായിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ റോഡായത് കാരണം ഇത് കണ്ടോ, മുന്നിൽ ഒരു കാർ കിടക്കുന്നത് കണ്ടോ. ഇവിടെയുള്ള വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെറിയ റോഡാണെങ്കിൽ അവരെപ്പോഴും കുറച്ചൊരു സ്ഥലം ഇങ്ങനെ റോഡ് സൈഡിലുണ്ടാവും. ചെറിയ റോഡുകളുടെയൊക്കെ ഒരു എത്ര കിലോമീറ്റർ ഇടവിട്ടാണെന്നറിയില്ല പ്രോപ്പറായിട്ട്, ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അതിപ്പം അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്യണേലോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കണേലോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോഡുകളാണെങ്കിൽ എത്രയോ കിലോമീറ്ററുകൾ ഇടവിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. നമ്മുടെ സ്ഥലത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി ആകാശവും നല്ല കിണഞ്ഞ് പരിശ്രമിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് മഴയുണ്ട്. ഗ്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡ്രോപ്സ് കണ്ടോ. മഴയുണ്ട്, അതിൻ്റെ കൂടെ ആകാശം പല പല ഷെയ്ഡ് അടിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർ കണ്ടോ, ഈ സ്ഥലമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ടോ. ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ നല്ല പോലെ വേലി കെട്ടി, കോൺക്രീറ്റിൻ്റെ അതോ കരിങ്കല്ല് അങ്ങനെ അതിൻ്റെ വേലിയൊക്കെ കെട്ടി നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും
എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം കാണാനിറങ്ങിയ സ്ഥലം അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത സ്ഥലം നഷ്ടമായിട്ടില്ല കേട്ടോ. അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനത്തെ സീനറികളാണ്. ഇത് ഫുള്ള് കൗണ്ടി മയോയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞത്. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലേ. ആൾതാമസമൊക്കെ ഭയങ്കര കുറവായിട്ടാണ് കാണുന്നത്. റോഡ് സൈഡിലേക്കൊന്നും വീടുകളോ ഒന്നും കാണുന്നില്ല. ആകെയുള്ള ജീവികളെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് ചെമ്മരിയാടുകളുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ട്രാഫിക്കും ഭയങ്കര കുറവാണ്, ആൾക്കാരെ ഒന്നും കാണാനൊന്നും ഇല്ല. എനിക്കൊന്ന് ആൾതാമസവും വളരെ കുറഞ്ഞൊരു കൗണ്ടി ആണോ എന്നൊരു സംശയം, എനിക്കറിയില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഇവിടെ ജനറലി ഒത്തിരി സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയതേ. മുന്നിൽ കാണുന്ന മലയൊക്കെ കണ്ടോ, മഞ്ഞ് മൂടി കിടക്കുന്നത്. സ്നോഫോൾ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തത്. -1 ടെമ്പറേച്ചർ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ യാത്ര ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കേക്കണ്ട, ഇതിൻ്റെ മേലെ ശരിക്കും കാണാം ഐസ് ഉരുകാത്തത്. സോ ഫൈനലി ഞങ്ങൾ എത്തി, ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കുഞ്ഞമ്മണി ഇറങ്ങി അവളുടെ പെർഫോമൻസ് തുടങ്ങി. 1 മിനിറ്റ് അടങ്ങിയിരിക്കില്ല അവൾക്ക് പടച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മുടെ ഡൂൽ ഓഫ് വാലി എന്ന് പറയുന്ന സ്ഥലം. പറഞ്ഞ പോലെ തന്നെ താഴ്വര തന്നെ അല്ലേ. 2 മലകളുടെ നടുക്കൂടെ ലേക്കൊക്കെ ആയിട്ട് ഒരു താഴ്വാരം, ഒരു കുന്നിറങ്ങി വരുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. എൻ്റെ കുഞ്ഞമ്മണി ഇവിടെ അവളുടെ വക വീഡിയോ പിടുത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മുക്കും മൂലയൊക്കെ ഒന്നെങ്കിൽ പടച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്യാമറ എന്തെങ്കിലും കൈ കൊടുത്താൽ അതും കൊണ്ട് ആ സ്ഥലത്തെ മുഴുവൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുക. അതാണ് പുള്ളിക്കാരിയുടെ പരിപാടി. എൻ്റെ ഏഞ്ചൽ കുട്ടി. ഈ ഏഞ്ചൽ കുട്ടിയുടെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഡൂൽ ഓഫ് വാലിയുടെ ഒരു നല്ലൊരു സീനറി കാണാൻ പറ്റുന്നത്. കണ്ടോ, താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് ലേക്ക്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മലനിരകളായിട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കണ്ടാലും സത്യം പറയാമല്ലോ, ഇങ്ങനത്തെയൊക്കെ സ്ഥലം കണ്ടാലുണ്ടല്ലോ എനിക്ക് പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പിക്നിക്കിന് ഇറങ്ങിയാൽ അന്നത്തെ ദിവസം രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്താണെന്ന് വെച്ചാൽ ആ കണ്ണ്, അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോയാൽ ഇവിടുത്തെ പ്രത്യേകത അവിടെ എത്തുമ്പം മാത്രമല്ല സീനറീസ് ഉള്ളത്, നമ്മൾ പോകുന്ന വഴി മുഴുവനും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ആ പകൽ മുഴുവൻ അത് കണ്ടിട്ടുണ്ടല്ലോ, തിരിച്ച് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ ഈ അതേ പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിൻ്റെ അകത്തൂടെ ഇങ്ങനെ കണ്ണടച്ചാലും ഇത് തന്നെയായിരിക്കും, ഉറക്കം വരില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എൻ്റെ കൂടെയുള്ള ഇവരൊക്കെ എന്നാ സംഭവിക്കുന്നത് അറിയാമോ, ഇവർ ഇത്രയും ഓട്ടവും ചാട്ടവും നടപ്പും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന സമയം ബെഡ് കാണുന്ന നിമിഷം, എൻ്റെ ഹസ്ബൻഡാണേലും അത്രയും ഡ്രൈവൊക്കെ ചെയ്തതല്ലേ, പുള്ളിക്കാരനും ബെഡ് കാണേണ്ട നിമിഷം എല്ലാവരും ഓഫാകും. അപ്പം ഇതൊക്കെയാണ് ഡൂൽ ഓഫ് വാലിയുടെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്തത്. പക്ഷേ യാത്ര ചെയ്തെങ്കിൽ ഈ സ്ഥലം ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ അതിലേറെ ബ്യൂട്ടിഫുള്ളായിരുന്നു നമ്മൾ ഇങ്ങോട്ടുള്ള യാത്രയും. അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വേറെ വഴിക്കാണ്, അതും അതിലേറെ ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പം അടിപൊളി. ഇത് കണ്ടോ, മലയുടെ മേലെയൊക്കെ മഞ്ഞ കളറ്. അത് പറയാൻ മറന്നുപോയി. ഈ അയർലൻഡ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് നമുക്ക് കണ്ണിന് വിസ്മയങ്ങൾ, കാഴ്ചകൾ തരുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലം ഒരിക്കലും ഒരേ ഒരു രീതിയിൽ ഇരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വിൻ്ററിലുള്ള കാഴ്ചകളാണ്. വിൻ്ററിൽ ഉള്ള സീൻസ് അതായത് എല്ലാ പുല്ലും എല്ലാം മഞ്ഞ കളറിൽ അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു രൂപത്തിൽ നിൽക്കുന്നതായിരിക്കും. മരങ്ങളാണേൽ ഇല പൊഴിച്ച് അങ്ങനെ. അതേസമയം ഇത് സമ്മറിൽ വന്നാലുണ്ടല്ലോ ഭയങ്കര പച്ചപ്പരവതാനി മൂടി കിടക്കുന്ന സ്ഥലങ്ങളായിട്ട് ഇതിലേറെ ബ്യൂട്ടിഫുള്ളായിരിക്കും. എനിക്കറിയില്ല, അത് കാണുന്നവരുടെ കണ്ണിൻ്റെ ഇതുപോലെ. വിൻ്ററിലൊരു ഇങ്ങനെ എല്ലാം ഇലകളൊക്കെ കൊഴിച്ച് സാഡ് മൂഡിൽ എല്ലാം മൊത്തം സ്ഥലങ്ങൾ കിടക്കുമ്പം സമ്മറിൽ നല്ല പച്ചപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയതല്ലേ എന്നും പറഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും പോവാതിരുന്നാൽ നമുക്ക് വീണ്ടും ഒരു നല്ല കാഴ്ചയാണ് മിസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ, അയർലൻഡിലെ ഓരോ സ്ഥലങ്ങളും ഓരോ സീസണിലും വേറെ വേറെ കാഴ്ചകളാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ളത്. ഒരിക്കലും ബോറടിക്കാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഡൂൽ ഓഫ് വാലിയുടെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞ്, ഇനി അടുത്ത ഒരു ട്രാവലിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.